last videos, we started a discussion based on the problem of DFA designing. So let's move on to the another type of problem of designing a DFA. The question is like, design a DFA over sigma a comma b such that the string accepted must have mode w is equal to 2. The question defines like the accepted string must be of length 2. That is the condition. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന DFA ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിങ്സിൻ്റെ ലെങ്ത് എക്സാക്ട്ലി 2 ആയിരിക്കണം. അതിൻ്റെ സിമ്പിൾസ് മാറ്റർ അല്ല, എയോ ബിയോ ഏതോ ആയിക്കോട്ടെ, ബട്ട് ദ ലെങ്ത് മസ്റ്റ് ബി 2. സോ ഇൻ അവർ മിനിമൽ DFA the base length of the string must be 2. So definitely the base, we can define the language like the strings with length 2. It can be like AA or AB or BA or BB with this alphabet. So we need to design this DFA that accept this type of strings, means the string with length 2. So start with the designing. First of all, this is the start state Q0, and when a symbol comes like either A or B, it will move on to a state Q1. Again another symbol comes, it will move on to a state Q2, and this will be our final state. Here the length of the string will be exactly 2. So this is our condition, and this will be satisfied. Then what happens if a symbol comes in Q2? നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് 2 ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഓൾറെഡി 2 ലെങ്ത് വരെ എത്തിക്കഴിഞ്ഞു. ഇനി ഇതിന് ശേഷം എന്തെങ്കിലും സിമ്പിൾസ് വന്നാൽ എന്താണ്? ഇറ്റ് വിൽ വയലേറ്റ് അവർ കണ്ടീഷൻ ലൈക്ക് ലെങ്ത് 2 ആയിരിക്കണം. അപ്പോൾ 2-ൽ അധികം വന്നു കഴിഞ്ഞാൽ there is a chance of dead state. This is our dead state. അപ്പോൾ ഡെഡ് സ്റ്റേറ്റിലോട്ടാണ് ട്രാൻസിഷൻ നടക്കുക. 2 ലെങ്ത് ഉള്ള സ്ട്രിങ്ങിന് 2 ലെങ്ത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതിനുശേഷം എന്ത് സിമ്പിൾസ് വന്നാലും ഇറ്റ് വിൽ ട്രാപ്ഡ് ഇൻ ദ ഡെഡ് സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് വിൽ ലൂപ്പ് ഇൻ ദ ഡെഡ് സ്റ്റേറ്റ്. ദിസ് ഇസ് ദ ഡിസൈൻ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ്സ് ലൈക്ക് ദ ലെങ്ത് മസ്റ്റ് ബി 2. അപ്പോൾ 2 ലെങ്ത് വരെയുള്ള സ്ട്രിങ്സ് ആക്സെപ്റ്റ് ചെയ്തു, ആൻഡ് Q2 ഈസ് അവർ ഫൈനൽ സ്റ്റേറ്റ്. അതിനുശേഷം എന്ത് സിമ്പിൾസ് വന്നാലും it violates our condition, so it must go to, or it must make a transition to the dead state. So from this designing we need to generalize how many state will have this type of DFAs. For example, mode W is equal to n. As mode W2 എന്ന് പറഞ്ഞാൽ we will have 4 states including the dead state. അപ്പോൾ mode n ആണെങ്കിൽ then the DFA, minimal DFA will have n plus 2 states. അതായത് 2 ആയിരുന്നു നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിങ്സിൻ്റെ ലെങ്ത്. അപ്പോൾ ഡെഫിനറ്റ്ലി n plus 2 plus 2 4 സ്റ്റേറ്റ്സ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്ത മിനിമൽ DFAയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ n സ്റ്റേറ്റ്സ് ആണ് നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന മിനിമൽ DFAയിൽ n plus 2 states ഉണ്ടായിരിക്കും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ സിമ്പിൾസ് എയോ ബിയോ ഏത് വന്നാലും സ്ട്രിങ് ലെങ്ത് 2 ആയിരിക്കണം. അതേ കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് മോഡിഫൈഡ് ലൈക്ക് മോഡ് W to the base A is equal to 2, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ട്രിങ്ങിൽ എയുടെ കൗണ്ട് 2 ആയിരിക്കണം. അതാണ് ഇതിൻ്റെ മീനിങ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ട്രിങ്ങിൽ എയുടെ എണ്ണം 2 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ദിസ് DFA ഡിസൈൻ? നമ്മൾ ഇതിനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യണം. അതായത് ഒരു എ വരികയാണെങ്കിൽ Q0-ൽ നിന്ന് Q1-ലോട്ട് ട്രാൻസിഷൻ നടക്കും. എഗെയിൻ Q1-ൽ ഒരു എ വരികയാണെങ്കിൽ Q1-ൽ നിന്ന് Q2-ലോട്ട് ട്രാൻസിഷൻ നടക്കും. അറ്റ് ദ സെയിം ടൈം പിന്നെ എ വന്നാൽ ഇറ്റ് വിൽ മൂവ് ഓൺ ടു ദ ഡെഡ് സ്റ്റേറ്റ്. കാരണം എയുടെ ലെങ്ത് ഡെഫിനറ്റ്ലി എന്തായിരിക്കണം? 2 ആയിരിക്കണം. ഇനി DFA ആയതുകൊണ്ട് നമ്മുടെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ സിമ്പിൾസും എല്ലാ സ്റ്റേറ്റ്സിലും നമ്മൾ നോക്കണം. എല്ലാ സിമ്പിൾസിൻ്റെയും ട്രാൻസിഷൻ കൺസിഡർ ചെയ്യണം. അപ്പോൾ Q0-ൽ ഒരു ബി വരുവാണെങ്കിൽ ഇറ്റ് വിൽ ലൂപ്പ് ഇൻ Q0 itself. Q1-ൽ ഒരു ബി വരുവാണെങ്കിൽ ഇറ്റ് വിൽ ലൂപ്പ് ഇൻ Q1 itself. Q2-ൽ ഒരു ബി വരുവാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? It will loop in Q2 itself.
കാരണം എയുടെ കൗണ്ട് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. എയുടെ ലെങ്ത് 2 പാടുള്ളൂ, അതിൽ കൂടുതൽ പാടില്ല. അറ്റ് ദ സെയിം ടൈം ബിയുടെ ഒരു റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ബി ഒരു സിമ്പല് Q2 രണ്ട് എന്താ പറയുക ഫൈനൽ സ്റ്റേറ്റിൽ എത്തിയതിനു ശേഷം പിന്നെ എത്ര ബി വന്നാലും ഇറ്റ് ക്യാൻ ലൂപ്പ് ഇൻ ദ Q2 itself. എ വരികയാണെങ്കിൽ ദ ട്രാൻസിഷൻ വിൽ മൂവ് ടു or transition happens to Q3. So this is all about this question. Then look at this question. In this question we change the condition like mod W greater than or equal to 2. ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ട്രിങ്ങിന്റെ ലെങ്ത് മിനിമം 2 എങ്കിലും ആയിരിക്കണം. 2 അതിലധികമോ വന്നാൽ ആക്സെപ്റ്റബിൾ ആണ്. 2ന്റെ താഴോട്ടാണ് DFA ആക്സെപ്റ്റ് ചെയ്യാത്തത്. അതാണ് the question is like the string accepted must have the length greater than or equal to 2. So നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യന്റെ സിമിലർ ഡിസൈൻ തന്നെയായിരിക്കും വരിക. Except one thing, that is Q0 is our start state. Then upon receiving a symbol, it will move to the another state Q2. Again receiving another symbol, it will move on to Q2 and Q2 will be our final state. So string length ഇതുവരെ ആവുമ്പോഴേക്കും 2 ആയി. സോ 2ഉം അതിലധികമുള്ളതും ആക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ 2 എന്ന് വരുമ്പോൾ 1 2, അപ്പോൾ ലെങ്ത് 2 ആയി. അതുകൊണ്ട് തന്നെ Q2 ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഇനി ഇതിലധികം ലെങ്ത് വന്നാലും ഇറ്റ് ഈസ് ആക്സെപ്റ്റബിൾ. ദ കണ്ടീഷൻ ഈസ് ലൈക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. സോ വി ക്യാൻ ലൂപ്പ് സിംബൽസ് ഇൻ Q2 itself. നേരത്തെ ക്വസ്റ്റ്യനിൽ ഈക്വൽ ടു 2 ആയിരുന്നു. അപ്പോൾ എക്സാക്ട്ലി 2 ആണ് വേണ്ടത്. അതുകൊണ്ട് ഈ ഫൈനൽ സ്റ്റേറ്റ് വന്നതിന് ശേഷം പിന്നെ എക്സ്ട്രാ വരുന്ന സിംബൽസ് ഡെഡ് സ്റ്റേറ്റിലോട്ടായിരുന്നു മൂവ്മെന്റ് ഉണ്ടായിരുന്നത്. അറ്റ് ദ സെയിം ടൈം ഇവിടെ 2ഉം അതിലധികവും ആക്സെപ്റ്റബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ Q2ൽ തന്നെ ബാക്കി വരുന്ന സിംബൽസിന് ലൂപ്പ് ചെയ്യാൻ പറ്റും. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ കണ്ടീഷൻ ഈസ് ചേഞ്ച്ഡ് ലൈക്ക് മോഡ് W ബേസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടീഷൻ ഇൻസിസ്റ്റ് ചെയ്യുന്നത് എ എന്നുള്ള സിംബൽ തന്നെയാണ്. അതായത് എയുടെ ലെങ്ത് ആണ് എന്താവേണ്ടത് 2ഓ അതിലധികമോ ആകേണ്ടത്. ബിയിൽ ഒരു കണ്ടീഷനും ഇല്ല. സോ അപ്പോൾ റിസീവിങ് എ Q0 ട്രാൻസിഷൻ ഹാപ്പൻസ് ടു Q1, again another a Q1 to Q2, then it will loop in itself. ബിക്ക് Q0ലും Q1ലും സെൽഫ് ലൂപ്പ് ചെയ്യാം. കാരണം ഈ കണ്ടീഷൻ എ എന്ന് പറഞ്ഞ സിംബലുമ മാത്രം അപ്ലിക്കബിൾ ആയി. ഇനി നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. നേരത്തെ ക്വസ്റ്റ്യനിൽ n ആണ് സ്ട്രിംഗ് ലെങ്ത് എങ്കിൽ n+2 ആയിരുന്നു നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇൻക്ലൂഡിങ് ദ ഡെഡ് സ്റ്റേറ്റ്. ഇവിടെ ഡെഡ് സ്റ്റേറ്റിനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല, ഡെഡ് സ്റ്റേറ്റ് ഇല്ല. കാരണം മിനിമം 2 പിന്നെ അതിന് അപ്പുറത്തോട്ടാണ്. അപ്പൊ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? മോഡ് W സ്ട്രിംഗ് ലെങ്ത് 2 ആയിരുന്നപ്പോൾ മിനിമൽ DFAയിലെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളത് എന്താ കിട്ടിയത്? സ്റ്റേറ്റ്സ് എന്നുള്ളത് 3 ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ മോഡ് W is equal to n ആണെങ്കിൽ സ്റ്റേറ്റ്സ് എന്തായിരിക്കും? n+1. So this is all about this question. If the question is changed like mod W less than or equal to 2. അപ്പോൾ എന്താണ്? നേരത്തെ നമ്മൾ എക്സാക്ട്ലി ഈക്വൽ ടു 2 നോക്കി, ദെൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 നോക്കി. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ എന്താണ് ഉണ്ടാവുക? നമുക്ക് ഏതൊക്കെ ആയിരിക്കും നമ്മുടെ ആക്സെപ്റ്റബിൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ്? 0 ലെങ്ത് ആക്സെപ്റ്റബിൾ ആണ്, 1 ലെങ്ത് ആക്സെപ്റ്റബിൾ ആണ്, 2 ലെങ്ത് ആക്സെപ്റ്റബിൾ ആണ്, അതിനപ്പുറത്തോട്ട് നോട്ട് ആക്സെപ്റ്റബിൾ. So designing our DFA, Q0, this is our initial state. Upon receiving a symbol, it will move on to Q1. Q0 ഫൈനൽ സ്റ്റേറ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ 0 സിംബൽസ് ആണെങ്കിൽ അത് ആക്സെപ്റ്റബിൾ ആണ്. സോ Q0 വിൽ ബി വൺ ഓഫ് അവർ ഫൈനൽ സ്റ്റേറ്റ്. ദെൻ Q1നും ഫൈനൽ സ്റ്റേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് 1 ആണ്. സോ 1 അപ്പോൾ ഒരു ലെങ്ത് ഉള്ള സ്ട്രിങ്ങും ആക്സെപ്റ്റബിൾ ആണ്. ദെൻ അപ്പോൺ റിസീവിങ് അനദർ സിംബൽ it will move on to state Q2, that will be also our final state. അപ്പോൾ നമുക്ക് 3 ഫൈനൽ സ്റ്റേറ്റ്സ് ഉണ്ട്. 0 ലെങ്ത്, 1 ലെങ്ത്, 2 ലെങ്ത്. ഇനി അതിന് മേലോട്ട് വന്നാൽ what happens? After this any symbol comes, there is a chance of dead state. കാരണം മാക്സിമം 2 വരെ വരാൻ പാടുള്ളൂ.
അതിനപ്പുറത്തോട്ട് ലെങ്ത് വന്നാൽ ഡെഡ് സ്റ്റേറ്റിലോട്ടായിരിക്കും ട്രാൻസിഷൻ നടക്കുക. വൺസ് ദ ട്രാൻസിഷൻ ഹാപ്പൻസ് ടു ഡെഡ് സ്റ്റേറ്റ്, പിന്നെ എന്ത് സിമ്പിൾസ് വന്നാലും എല്ലാം അവിടെ ട്രാപ്ഡ് ആയിരിക്കും. So this is the design for this question. Then regarding number of states, more W less than or equal to 2 ആണെങ്കിൽ മിനിമൽ DFIയുടെ സ്റ്റേറ്റ്സ് എത്രയാണ്? 4 ആണ്, including our dead state. So if instead of 2 we make it to n, the number of states will be n plus 2. Okay, അതായത് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരുന്നു. അപ്പോൾ 4 സ്റ്റേറ്റ്സ് ആണ് നമുക്ക് നമ്മുടെ DFIയിൽ ഉണ്ടായിരുന്നത്, മിനിമൽ DFIയിൽ. അങ്ങനെയാണെങ്കിൽ n ആണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്സിന്റെ എണ്ണം n plus 2 ആയിരിക്കും നമ്മുടെ മിനിമൽ DFIയിൽ ഉണ്ടാവുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഫ് വി ആർ ഇൻസിസ്റ്റിംഗ് ദിസ് കണ്ടീഷൻ അപ്പോൺ എ ആണെങ്കിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാവും, കാരണം ബിക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. സോ ബി ക്യാൻ ലൂപ്പ് ഇൻ ദ സ്റ്റേറ്റ്സ് ഇറ്റ് സെൽഫ്. എക്ക് മാത്രമേ ഈ കണ്ടീഷൻ അപ്ലിക്കബിൾ ഉള്ളൂ. So this will be our modified DFI. So this is all about this type of question. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിൻ്റെ നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്കത് ഇടാം, നമുക്ക് ക്ലിയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.